ഈ 35-40 വയസ്സുള്ള ആൾ പല സമയത്ത് നമ്മൾ നോക്കുമ്പോൾ ആ പ്രായം വരെ ഒരു പൈസ പോലും സേവിങ്സ് ആയിട്ടും ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടും ചെയ്തിട്ടില്ല. അതായത് ഏതാണ്ട് 10-15 കൊല്ലവും പണിയെടുത്തതിന് ശേഷം പോലും ഒട്ടും സേവിങ്സോ ഇൻവെസ്റ്റ്മെൻറ്റോ വരാതിരിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെ എന്ന് ആരാഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ, അതായത് പലരിടത്തും ഇന്ന് കിട്ടിയ ആൻസേഴ്സ്, അതായത് അതിൻ്റെ റീസൺസ്, അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആദ്യം പരമോന്നത സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഹൗസിങ്, അതായത് വീട് വാങ്ങിക്കാൻ അടയ്ക്കുന്ന EMIയോ അവർ പേ ചെയ്യുന്ന റെൻറ്റോ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൽ കവിഞ്ഞ ഒരു വലിയ എമൗണ്ട് ആയതുകൊണ്ട് ഇവർക്ക് സർപ്ലസ് ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ കാർ വാങ്ങിക്കുന്ന കാര്യമാണെങ്കിലും ഭൂരിഭാഗം ആൾക്കാർ എക്സസീവായിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് Mutual fund investments are subject to market risks. Read all scheme-related documents carefully. ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടുള്ള വീഡിയോസിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ഐഡിയാസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇൻവെസ്റ്റ് ചെയ്യാൻ കാശുണ്ടെങ്കിൽ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെ അസറ്റ് അലൊക്കേഷൻ ചെയ്യണം എന്നുള്ള രീതിക്കാണ് ഞങ്ങളുടെ ഇതുവരെയുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഞങ്ങൾ ഈ പെർട്ടിക്കുലർ വീഡിയോയിൽ അതൊന്നും അല്ല പറയാൻ പോകുന്നത്. ഇതിന് കാരണങ്ങളുണ്ട്. കാരണം ഞങ്ങൾ ചിലരെയൊക്കെ മീറ്റ് ചെയ്യുമ്പോൾ ഇവർ 35-40 വയസ്സുള്ള ഒരു ഇൻഡിവിജ്വൽ ആയിരിക്കും. ഈ 35-40 വയസ്സുള്ള ആൾ പല സമയത്ത് നമ്മൾ നോക്കുമ്പോൾ ആ പ്രായം വരെ ഒരു പൈസ പോലും സേവിങ്സ് ആയിട്ടും ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടും ചെയ്തിട്ടില്ല. അങ്ങനെ ഞങ്ങൾ കണ്ടിട്ടുള്ളവരിൽ, അതായത് ഈ 35-40 വയസ്സായിട്ടും സേവിങ്സോ ഇൻവെസ്റ്റ്മെൻറ്റോ ചെയ്യാതെ ഇരിക്കുന്ന ഈ ഇൻവെസ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ ഇവരിങ്ങനെ ഒരു സാഹചര്യത്തിൽ എത്തിപ്പെടാൻ, അതായത് ഏതാണ്ട് 10-15 കൊല്ലവും പണിയെടുത്തതിന് ശേഷം പോലും ഒട്ടും സേവിങ്സോ ഇൻവെസ്റ്റ്മെൻറ്റോ വരാതിരിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെ എന്ന് ആരാഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ, അതായത് പലരിടത്തും ഇന്ന് കിട്ടിയ ആൻസേഴ്സ്, അതായത് അതിൻ്റെ റീസൺസ്, അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഈ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവർക്കൊക്കെ ഈ സേവിങ്സിൻ്റെ കാര്യത്തിൽ കോട്ടം സംഭവിക്കാൻ ഉണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ്. ഈ കാരണങ്ങൾ നിങ്ങൾ ഒഴിവാക്കിയാൽ, നിങ്ങൾ 25 വയസ്സിലോ 30 വയസ്സിലോ ആണെങ്കിൽ നിങ്ങൾ ഈ കാരണങ്ങൾ ഒഴിവാക്കിയാൽ, ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റാവുന്ന കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റും വളരെ ചെറുപ്പത്തിൽ തന്നെ ചെയ്തു തുടങ്ങാം എന്നുള്ളതിനുള്ള ഒരു ഷോർട്ട് റൂട്ട് ഞങ്ങൾ കണ്ട് അനലൈസ് ചെയ്ത് ഞങ്ങൾ മീറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് കിട്ടിയ റീസൺസിനെ മൊത്തത്തിൽ നിങ്ങൾക്ക് തന്നിട്ട് അതിൽ നിന്നും ഊരാനുള്ള സൊല്യൂഷൻസ് നിങ്ങൾക്ക് തരാൻ പോവുകയാണ് ഈ വീഡിയോയിൽ. ആദ്യം പരമോന്നത സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഹൗസിങ്, അതായത് വീട് വാങ്ങിക്കാൻ അടയ്ക്കുന്ന EMIയോ അവർ പേ ചെയ്യുന്ന റെൻറ്റോ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൽ കവിഞ്ഞ ഒരു വലിയ എമൗണ്ട് ആയതുകൊണ്ട് ഇവർക്ക് സർപ്ലസ് ഉണ്ടാകുന്നില്ല. ഇതിനെങ്ങനെ അവോയ്ഡ് ചെയ്യണം? ആദ്യം വീട് വാങ്ങിക്കുന്നതെന്ന് എടുക്കുക. കാരണം പ്രോപ്പർട്ടി വാങ്ങിക്കാനുള്ള ആഗ്രഹം ഭൂരിഭാഗം ആൾക്കാർക്കുണ്ട്. നമ്മൾ ഈ പർട്ടിക്കുലർ ഇൻഫർമേഷൻ പല വീഡിയോസിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്, ഈ പർട്ടിക്കുലർ ഫോർമുല മാത്രം. അതായത് ഇന്ത്യയിൽ പല സിറ്റീസിലും, ഏതാണ്ട് എല്ലാ സിറ്റീസും, മേജർ സിറ്റീസും തന്നെ റെൻ്റൽ ഈൽഡ്, അതായത് ഒരു വർഷം നമ്മൾ പേ ചെയ്യുന്ന റെൻറ്റ് ഡിവൈഡഡ് ബൈ ആ പർട്ടിക്കുലർ പ്രോപ്പർട്ടിയുടെ കോസ്റ്റ്, ഇത് 2.5% അതിൻ്റെ താഴെയേ ഉള്ളൂ. പൊതുവെ റെൻ്റൽ ഈൽഡ് 4% താഴെയേ ഉള്ളുവെങ്കിൽ ഫിനാൻഷ്യലി അവിടെ പ്രോപ്പർട്ടി വാങ്ങിക്കുന്നതിനേക്കാളും റെൻറ്റിന് താമസിക്കുന്നതാണ് സെൻസിബിൾ. അത് ഫസ്റ്റ് മനസ്സിൽ വെച്ചിട്ട് അങ്ങനെ വേണം, പ്രോപ്പർട്ടി വേണോ റെൻറ്റിന് താമസിക്കാമോ എന്ന് തീരുമാനമെടുക്കാൻ. അതായത് റെൻ്റൽ ഈൽഡ് 4% മുകളിലുണ്ട്, അല്ലെങ്കിൽ എമോഷണലി നിങ്ങൾ ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചേ പറ്റൂ, ഫാമിലി പ്രഷർ കാരണം നിങ്ങൾ ആ സിറ്റുവേഷനിൽ നിങ്ങൾ എത്തിപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പോൾ ഒരു സിറ്റിയിൽ നമ്മൾ എടുക്കുന്നത് ടയർ A ആയാലും ടയർ B സിറ്റി ആയാലും, അതായത് നമ്മൾ പറയുന്നത് ടയർ 1 ആയാലും ടയർ 2 സിറ്റി ആയാലും, ഒരു ബിൽഡർ ഒരു പുതിയ കൺസ്ട്രക്ഷനുമായിട്ട് വരുമ്പോൾ പൊതുവേ അതിൻ്റെ സ്ക്വയർ ഫീറ്റിൻ്റെ റേറ്റ് 10,000 രൂപയാണെങ്കിൽ, സെയിം ലൊക്കാലിറ്റിയിൽ നിങ്ങൾ ഒരു സെക്കൻഡ് ഹാൻഡ് ഹൗസ്, അതായത് നിങ്ങൾ സെക്കൻഡ് സെയിൽസിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കുവാണെങ്കിൽ, ആൾറെഡി ഉള്ള ഒരു വീട്, ആൾറെഡി ഒരാൾ താമസിക്കുന്ന വീട്, 10-15 കൊല്ലം പഴക്കമുള്ള ഒരു വീട് വാങ്ങിക്കുവാണെങ്കിൽ ഈ 10,000 രൂപ സ്ക്വയർ ഫീറ്റ് വിൽക്കുന്ന അതേ സ്ഥലത്ത് തന്നെ നിങ്ങൾക്ക് 7,000 രൂപയ്ക്കോ 8,000 രൂപയ്ക്കോ സ്ക്വയർ ഫീറ്റ് കിട്ടും. പൊതുവേ പുതിയ പ്രോപ്പർട്ടി വാങ്ങിക്കുമ്പോൾ ഈ സ്ക്വയർ ഫീറ്റിൻ്റെ റേറ്റ് അല്ലാതെ കാർ പാർക്കിംഗ് അങ്ങനെ ഒരുപാട് അഡീഷണൽ ചാർജസും വരും. സോ മൊത്തത്തിൽ നോക്കുമ്പോൾ 10,000 അല്ല, ചിലപ്പം 11,000 12,000 വരെ ചെന്ന് നിൽക്കും ഒരു സ്ക്വയർ ഫീറ്റിൻ്റെ റേറ്റ്. പക്ഷേ ഒരു സെക്കൻഡ് സെയിൽസിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കുമ്പോൾ ഇത് 7,000-8,000 രൂപയിൽ നിൽക്കും. അതായത് ഒരു സ്ക്വയർ ഫീറ്റിന് തന്നെ 4 മുതൽ 5,000 രൂപ വരെ വ്യത്യാസം വരും. അതായത് ഒരു 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടാണെങ്കിൽ
പുതിയതിനും പഴയതിനും ഏതാണ്ട് 50 ലക്ഷം രൂപയുടെ വ്യത്യാസമുണ്ട്. സോ അത്രമാത്രം 50 ലക്ഷം രൂപ പ്രോപ്പർട്ടിയുടെ കാസ്റ്റ് കുറയുവാണെങ്കിൽ ഒരു 15 വർഷം ഉള്ള ലോൺ എടുക്കുമ്പോൾ നിങ്ങളുടെ EMI ഏതാണ്ട് 50,000 രൂപ കുറയും. 50,000 രൂപ എന്ന് പറയുമ്പോൾ അതിൻ്റെ വാല്യൂ ഞാൻ പറയട്ടെ. അതായത് നിങ്ങളൊരു 10 വർഷത്തേക്ക് അത് SIP ആയിട്ട് ഇടുവാണെങ്കിൽ 1 വർഷത്തേക്ക് 6 ലക്ഷം, 10 വർഷത്തേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മാത്രം 60 ലക്ഷം രൂപ. ഈ 60 ലക്ഷം രൂപ ഏതാണ്ട് 1.5 കോടിയാവും 10 വർഷം കൊണ്ട്. സോ നിങ്ങൾ ചെയ്തേക്കുന്നത് എന്തുവാ? നിങ്ങൾക്ക് വേണ്ടത്ര സൈസ് അതേ സിറ്റിയിൽ വാങ്ങിച്ചു, പക്ഷേ നിങ്ങൾക്ക് അത് ഏതാണ്ട് 50 ലക്ഷം രൂപയ്ക്ക് പുതിയതിനേക്കാളും 50 ലക്ഷം രൂപയ്ക്ക് കുറച്ച് കിട്ടി, സെയിം സ്ക്വയർ ഫീറ്റ്. ഇത് ഒരു സെൻസിബിളായിട്ട് തിങ്ക് ചെയ്ത് എടുക്കേണ്ട ഒരു ഡെസിഷനാണ്. അതേപോലെ നമ്മൾ റെൻറ്റിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ റെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഇൻകമിൻ്റെ, അതായത് നിങ്ങളുടെ ആനുവൽ ഇൻകം, സാലറി ആയാലും ശരി, ബിസിനസ് ആയാലും ശരി, അതിൻ്റെ 20% കൂടുതൽ നിങ്ങൾ റെൻ്റായിട്ട് അടയ്ക്കരുത്. നമ്മൾ മാസമായിട്ട് നോക്കാം. ഒരു മാസത്തിന് 1 ലക്ഷം രൂപയാണ് സാലറി എങ്കിൽ നിങ്ങളുടെ റെൻറ്റ് 20,000-ൽ കവിഞ്ഞുകൂടാ. 20,000-ന് താഴെ നിൽക്കുവാണെങ്കിൽ മാത്രമേ നിങ്ങൾ ഫിനാൻഷ്യലി കറക്റ്റായിട്ട് ഉള്ള തീരുമാനമെടുത്ത് നിങ്ങളുടെ റെൻറ്റ് നിങ്ങളുടെ ഫിനാൻഷ്യൽ വയബിലിറ്റിക്ക് താഴെ നിൽക്കുന്നുണ്ടെന്ന് അർത്ഥം. സോ 1 ലക്ഷം രൂപയാണ് ഇൻകമെങ്കിൽ 20,000 രൂപയിൽ കൂടുതൽ റെൻറ്റ് അടയ്ക്കാൻ പാടില്ല. പക്ഷേ നമ്മൾ 1 ലക്ഷം രൂപ ഇൻകം ഉള്ള ആളെ മീറ്റ് ചെയ്യുമ്പോൾ ഇതിൽ ഒരുപാട് പേര് അവർ അടയ്ക്കുന്ന റെൻറ്റ് എന്ന് പറയുമ്പോൾ അത് 30,000 40,000 രൂപയൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു മാസം 20,000 രൂപ നിങ്ങൾ എക്സസ് ആയിട്ട് നിങ്ങളുടെ ഫിനാൻഷ്യൽ കേപ്പബിലിറ്റിക്ക് എക്സസ് ആയിട്ട് നിങ്ങൾ അടയ്ക്കുന്നുണ്ടെന്ന് അർത്ഥം. ഈ 20,000 രൂപ SIP എന്ന് പറയുമ്പോൾ ഈ 20,000 രൂപ SIP നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു വർഷത്തേക്ക് 2.4 lakhs ആണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. 10 വർഷത്തേക്ക് 24 ലക്ഷം. സോ ഇത് SIP ആയിട്ട് ഇടുമ്പോൾ ഈ 10 വർഷം കൊണ്ട് ഇതിൻ്റെ വാല്യൂ ഏതാണ്ട് 70-75 ലക്ഷം രൂപയാകും. ഇത്രയും ഗ്രോത്ത് ഉണ്ടാവും. നിങ്ങൾ സേവ് ചെയ്യുന്ന ഒരു 20,000 രൂപ 10 വർഷത്തിൽ അത് ഗ്രോ ആവുന്നത് 75 ലക്ഷം രൂപയായിട്ടാണ്. സോ പ്രോപ്പർട്ടിയെ സംബന്ധിച്ചിടത്തോളം വാങ്ങിക്കുവാണെങ്കിലോ റെൻറ്റിനാണെങ്കിലോ ഇത്തരം കാൽക്കുലേഷൻസ് ചെയ്ത് ഇത്തരം ബുദ്ധിപൂർവമായിട്ടുള്ള ഡെസിഷൻസ് എടുക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് സേവിങ്സ് ഉണ്ടാവും. സോ സേവിങ്സ് എന്ന് പറയുമ്പോൾ ലിക്വിഡ് സേവിങ്സ്, ഫിനാൻഷ്യൽ സേവിങ്സ്. ഈ ഫിനാൻഷ്യൽ സേവിങ്സ് ആണ് നിങ്ങൾക്ക് ഏതെങ്കിലും നിർണായക ഘടകങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ, എന്തെങ്കിലും ഒരു പെട്ടെന്ന് ഫാമിലിയുടെ സാഹചര്യങ്ങൾ കാരണം പെട്ടെന്ന് ഒരു ബ്രേക്ക് വേണമെന്ന് ഒരു തീരുമാനമെടുക്കുമ്പോഴും അതിൽ നിന്ന് കാശ് എടുക്കാൻ പറ്റുന്ന ലിക്വിഡിറ്റി ഉള്ള ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ബുദ്ധിപൂർവ്വമായിട്ട് സേവിങ്സോ ഇൻവെസ്റ്റ്മെൻറ്റ്സോ ചെയ്തു വെക്കണം. അതുപോലെ തന്നെ കാർ വാങ്ങിക്കുന്ന കാര്യമാണെങ്കിലും ഭൂരിഭാഗം ആൾക്കാർ എക്സസീവായിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് 10 വർഷം മുമ്പ് വരെ SUVs എന്ന് പറയുന്ന കാർ കാറ്റഗറി ഇന്ത്യയിൽ ഏതാണ്ട് 40% അടുപ്പിച്ച് വിൽക്കുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് അത് 65% നിൽക്കുന്നു. അത്രത്തോളം ഇന്ത്യയുടെ പെർ ക്യാപിറ്റ ഇൻകം വർദ്ധിച്ചോ? അതായത് ഇത്രയും കപ്പാസിറ്റി ഉള്ള ആൾക്കാർ ഒരുപാടായി കഴിഞ്ഞോ എന്ന് പറഞ്ഞാൽ ഇല്ല. പക്ഷേ ഇതൊരു പിയർ പ്രഷർ കാരണം അല്ലെങ്കിൽ പിയർ ഫോളോയിങ് കാരണം ഈ ഹാബിറ്റിലോട്ട് ആൾക്കാർ മാറിയിരിക്കുന്നു. നേരത്തെ കാറുകൾ, അതായത് മെജോറിറ്റി ഓഫ് ആൾക്കാർ കാറുകൾ 5, 6, 7 ലക്ഷത്തിന് വാങ്ങിച്ചുകൊണ്ടിരുന്നത് പോയി ഇന്ന് ഏതാണ്ട് 15 ലക്ഷമോ 20 ലക്ഷമോ കൊടുത്ത് SUV ആണ് 65% ആൾക്കാർ ഇപ്പോൾ പ്രിഫർ ചെയ്യുന്നത്. എക്സസ് ആയിട്ട് നിങ്ങൾ ഏതാണ്ട് ഡബിളായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഏതാണ്ട് 7-8 ലക്ഷം രൂപ എക്സസ് ആയിട്ട് സ്പെൻഡ് ചെയ്യുന്നു. ഇത് എന്തൊരു കൈൻഡ് ഓഫ് അസറ്റാണ്? ഇതൊരു ഡിപ്രീഷിയേറ്റിംഗ് അസറ്റാണ്. 5 കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾ 15 ലക്ഷം രൂപയ്ക്ക് വാങ്ങിക്കുന്ന കാർ ഏതാണ്ട് 7-8 ലക്ഷം രൂപയ്ക്ക് വിൽക്കാൻ പറ്റത്തുള്ളൂ. ഇത് നിങ്ങൾ ലോൺ വഴിയാണ് എടുത്തിരുന്നെങ്കിൽ 15 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ കാർ വാങ്ങിച്ചിട്ട് ഏതാണ്ട് തിരിച്ചടച്ചത് ഇൻട്രസ്റ്റ് 5 ലക്ഷം രൂപ ഉൾപ്പെടെ ഏതാണ്ട് 20 ലക്ഷം രൂപ തിരിച്ചടച്ചിട്ടുണ്ട്. സോ 20 ലക്ഷം രൂപ ഈ കാറിൻ്റെ പുറത്ത് ചിലവാക്കിയിട്ടുണ്ട്. ഈ കാർ വിൽക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഏതാണ്ട് 7-8 ലക്ഷം രൂപ മാത്രം 5 വർഷം കഴിഞ്ഞിട്ട്. 12-13 ലക്ഷം രൂപയുടെ ലോസ് ആണ് ശരിക്കും ഫിനാൻഷ്യലി. കാറ് ലക്സറിയാണ്, ചിലപ്പോൾ ആവശ്യമാണ്, പക്ഷേ എത്രമാത്രം അതിൽ സ്പെൻഡ് ചെയ്യണം? SUV തന്നെ വേണോ? SUV നിങ്ങളുടെ ഇൻകമിന് പറ്റുന്നതാണോ എന്ന് ആലോചിക്കേണ്ടി വരും. തമ്പ് റൂൾ എന്താണെന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ തമ്പ് റൂൾ ഉണ്ട്. അതായത് ആവുന്നതും നിങ്ങൾ വാങ്ങിക്കുന്ന വെഹിക്കിളിൻ്റെ കോസ്റ്റ് 6 മുതൽ 8 മാസത്തിൻ്റെ സാലറി കൂടുതൽ ആവരുത്. അതായത് നിങ്ങളുടെ മന്ത്ലി സാലറി 1 ലക്ഷം രൂപയാണെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുന്ന കാറിൻ്റെ വാല്യൂ 6 മുതൽ 8 ലക്ഷത്തിൻ്റെ അകം മാത്രമേ ഇരിക്കാവൂ. നിങ്ങൾ ഇതിന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക, നിങ്ങൾ വാങ്ങിച്ച കാറിൻ്റെ റേറ്റ് എത്രയാണോ എന്ന്. നിങ്ങളുടെ സാലറി വെച്ച് നിങ്ങൾ കണക്കൂട്ടി നോക്കുമ്പോൾ ഏതാണ്ട് ചിലപ്പോൾ 12 മാസത്തെ സാലറിയോ അതിൽ കൂടുതലോ ആയിരിക്കും നിങ്ങൾ ഈ കാറിലോട്ട് സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സോ ഇങ്ങനെ സ്പെൻഡ് ചെയ്യുമ്പോഴും നിങ്ങളുടെ സേവിങ്സ് ഹാബിറ്റ് ഇല്ലാതെയാവും. കാരണം നിങ്ങൾ എക്സസ് ആയിട്ട് അവിടെ ചെയ്യുന്നത് കൊണ്ട്, ആൻഡ് പർട്ടിക്കുലർലി ഇതൊരു ഡിപ്രിഷിയേറ്റിംഗ് അസറ്റ് ആയതുകൊണ്ട് നിങ്ങൾ വിൽക്കുമ്പോഴും വലിയ ലോസിലാണ് വിൽക്കുന്നത്. ഇതും ഒരു റീസണാണ് ഭൂരിഭാഗം ആൾക്കാർക്കും ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ സേവിങ്സ് ചെയ്യാൻ പറ്റാതെ പോകുന്ന കാരണം. നമ്മൾ 2 നിർണായക ഘടകങ്ങൾ മാത്രമേ കവർ ചെയ്തിട്ടുള്ളൂ. ഇനിയും ഉണ്ട് ഒരു വലിയ ലിസ്റ്റ്.
ഇതിൻ്റെ ബാക്കിയുള്ള റീസൺസും, അതായത് ആൾക്കാർ എവിടെയൊക്കെ ആവശ്യത്തിന് അപ്പുറം ഇൻവെസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ആവശ്യത്തിന് ഇപ്പുറം സ്പെൻഡ് ചെയ്യുന്നു എന്ന് നോക്കുമ്പോൾ ഈ 2 ഘടകങ്ങൾ മാത്രമല്ല, ഒരുപാടുണ്ട്. ഒരു ലിസ്റ്റ് തന്നെ ഉണ്ട്, വലിയ ലിസ്റ്റ് തന്നെ ഉണ്ട്. ഇതെല്ലാം നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും ഇനി വരുന്ന വീഡിയോകൾ വഴി. Mutual fund investments are subject to market risks. Read all scheme related documents carefully.